നമസ്കാരം. ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ഒക്ടോബർ 7-ന് ആരംഭിച്ച ധർമ്മസന്ദേശ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. ധർമ്മസന്ദേശ യാത്രയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. തുടർന്ന് ഗാന്ധി പാർക്കിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ചു. ഹിന്ദുമത തത്വങ്ങൾ പ്രചരിപ്പിക്കണമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചിട്ടുള്ളത്. മതപരിവർത്തനം പാടില്ല. മതം ഏതുമാകട്ടെ, മനുഷ്യൻ നന്നായാൽ മതി. അതിനാൽ ആരും ആരെയും മാറാനും മാറ്റാനും നിൽക്കേണ്ടതില്ലെന്നും ഓരോരുത്തരും നിൽക്കുന്ന ഇടത്തു തന്നെ നിന്നാൽ മതിയെന്നും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതായി സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്ക് ലഭിക്കുന്ന പുരോഗതിയെ സംബന്ധിച്ചുമൊക്കെ 7-ാം തീയതി മുതൽ ഇന്ന് ഈ 14-ാം തീയതി വരെ, ഇന്ന് 21-ാം തീയതി വരെ കേരളത്തിന്റെ മിക്കവാറും എല്ലാ ജില്ലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് സമ്മേളനങ്ങളും പ്രഭാഷണ പരിപാടികളുമൊക്കെ നടത്തിയാണ് ഈ ധർമ്മ സന്ദേശ യാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്രയും ഏറെ വിവിധ മഠങ്ങളിലെ സന്യാസിമാർ ഒത്തുചേർന്നുള്ള ഒരു സമ്മേളനം ഏതാണ്ട് ഇത് ആദ്യമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ധർമ്മ വിചിന്തനം നടത്തുകയും എങ്ങനെ സനാതന ധർമ്മ വിശ്വാസികളെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് കാമ്യമായ സന്ദേശങ്ങൾ ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇത്തരം കൂട്ടായ്മകൾ സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച്, കേരളത്തിലെ ഹൈന്ദവ ജനതയെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് എന്ന് ഞാനിവിടെ അഭിപ്രായപ്പെടുകയാണ്. പണ്ട് കുമാരൻ ആശാൻ ദുരവസ്ഥ എഴുതിയപ്പോൾ ആശാൻ അവിടെ കുറിച്ചിട്ടു, കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു. നിൽക്കുന്നിടത്തെ മണ്ണ് തന്നെ ചോർന്നു പോകുന്ന പരിതസ്ഥിതി കണ്ടുകൊണ്ടാണ് കുമാര മഹാകവി അന്ന് അക്കാര്യം പറഞ്ഞത് എങ്കിൽ ഇന്നും നമ്മെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൽ നാം ഇവിടെ സനാതന ധർമ്മവിശ്വാസികളായി ഹൈന്ദവ ജനതയായി ജീവിക്കുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് തന്നെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതെല്ലാം കാലഘട്ടങ്ങളിൽ, ഏതെല്ലാം ദേശങ്ങളിൽ ധർമ്മത്തിന് മൂല്യശോഷണം സംഭവിക്കുന്നുവോ അക്കാലത്ത് ആ ദേശത്ത് അതിമാനുഷ്യരായ മഹാഗുരുക്കന്മാർ അവതരിച്ച് ധർമ്മത്തെ തേച്ചു മിനുക്കി കാന്തിയും മൂല്യവും നൽകി സമുദ്ധരിച്ച് കടന്നു പോകുന്ന സ്ഥിതിവിശേഷം നമ്മുടെ ഭാരതത്തിലുണ്ട്. വ്യാസനും വസിഷ്ഠനും വാൽമീകിയും ശങ്കരാചാര്യരും ദയാനന്ദ സരസ്വതിയും ശ്രീരാമകൃഷ്ണ പരമഹംസദേവനും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അടക്കമുള്ള അതിമഹത്തായ ഒരു ഗുരു പരമ്പര നമ്മുടെ ഭാരതത്തിലും നമ്മുടെ കേരളത്തിലും. നമ്മുടെ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമി ചെയ്ത പ്രസംഗത്തില് സ്വന്തം അസ്തിത്വം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഉറങ്ങിക്കിടക്കുന്നു എന്നും അഭിമാന ബോധമുള്ള ഒരു ജനതയായി ജീവിക്കണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. തീർച്ചയായും നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും അതിമഹത്തായ ആ ഗുരു പരമ്പരയെ വേണ്ടവണ്ണം പരിചയപ്പെടുത്തി കൊടുക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ നയിക്കുവാനും സാധിക്കും. ഈ ധർമ്മസന്ദേശ യാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ യാത്ര കടന്നു വന്ന മേഖലകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ധർമ്മത്തിന്റെ യഥാർത്ഥമായ സന്ദേശം എന്താണ്, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ സംബന്ധിച്ച് അവരൊക്കെ ധാർമ്മികമായ പാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എനിക്ക് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്, നമ്മുടെ സമൂഹം ആധ്യാത്മികമായ ചര്യകളെ കുറിച്ചോ അനുഷ്ഠാനങ്ങളെ കുറിച്ചോ വേണ്ടവണ്ണം ബോധവാന്മാരാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഹൈന്ദവ ജനതയെ സംബന്ധിച്ച് ആധ്യാത്മികമായ അനുഷ്ഠാനമോ ജീവിത പദ്ധതിയോ അതിനാവശ്യമായ അറിവോ ഒന്നും ശേഖരിക്കാതെയുള്ള ഒരു ജീവിതമാണ് നയിച്ചു പോകുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക്, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ജനവിഭാഗം, ആർത്തിലും അവശരും ആലംബഹീനരുമായി കിടക്കുന്ന ജനവിഭാഗം, അവർക്ക് ആധ്യാത്മികമായ ചര്യകൾ ഉപദേശിച്ചു കൊടുക്കുവാൻ
അവരെ ചാരത്തിരുത്തി പഠിപ്പിക്കുവാൻ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കൂടുതൽ ശക്തമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ദേശത്തിനും കാലത്തിനും അനുസൃതമായി ധർമ്മത്തെ വ്യാഖ്യാനിക്കുവാനും നയിക്കുവാനും നമുക്ക് സാധിക്കണം. ആചാര അനുഷ്ഠാന പദ്ധതിയിൽ പലപ്പോഴും പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ആ പരിഷ്കാരങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയ വിശാലത നമുക്കുണ്ടായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചു, രണ്ട് കരിയും നമുക്ക് ആവശ്യമില്ല, ആനയും വെടിക്കെട്ടും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ധനം ദുർവ്യയം ചെയ്യപ്പെട്ടു പോകുന്നത് അവിടുത്തെ ഉത്സവാഘോഷ പരിപാടികൾക്ക് വേണ്ടിയും ഈ ആന എഴുന്നള്ളത്തിനും വെടിക്കെട്ടിനും ഒക്കെ ആയിട്ടാണ്. അക്കാര്യത്തിൽ വീണ്ടും വിചാരമുണ്ടായി. അതല്ല നമുക്ക് ആവശ്യം, അതിനേക്കാൾ നമുക്ക് പുരോഗതി കൈവരിക്കുന്നതിന് ആവശ്യമായ സ്ഥാപനങ്ങൾ ഓരോരോ ക്ഷേത്രങ്ങളിലോട് ചേർന്ന് സ്കൂളുകളും ആശുപത്രികളും വ്യവസായശാലകളും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന കുറെ പേർക്കെങ്കിലും ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രം ഒരു ആധ്യാത്മിക കേന്ദ്രമായി നിൽക്കുന്നതോടൊപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞു, ക്ഷേത്രവിശ്വാസം ഇല്ലാത്തവർക്കും ക്ഷേത്രം പ്രയോജനപ്പെടണം. നമ്മുടെ സമാജത്തിൽ എല്ലാവരും ക്ഷേത്രവിശ്വാസമുള്ളവരല്ല. ക്ഷേത്രവിശ്വാസം ഇല്ലാത്തവർക്കും ക്ഷേത്രം പ്രയോജനപ്പെടണം. ആ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. തത്വങ്ങൾ പ്രചരിപ്പിക്കണം എന്നാണ്. ശുദ്ധ ഹിന്ദുമത തത്വങ്ങൾ പ്രചരിപ്പിക്കണം. ആ ശുദ്ധ ഹിന്ദുമത തത്വങ്ങൾ എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. ഗുരുദേവന് സനാതന ധർമ്മത്തെ കുറിച്ച് ഉപദേശിച്ചു. 1924 ആലുവായിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. മതപരിവർത്തനം ആവശ്യമില്ല. എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണ്. മതം ഏതുമാകട്ടെ, മനുഷ്യൻ നന്നായാൽ മതി. അതുകൊണ്ട് ആരും ആരെയും മാറ്റാനും മറിക്കാനും നിൽക്കേണ്ടതില്ല. ഓരോരുത്തരും നിൽക്കുന്നിടത്ത് തന്നെ നിന്നാൽ മതി. മതപരിവർത്തനമൊന്നും ആവശ്യമില്ല. അത് ലക്ഷീകരിച്ചുകൊണ്ട് ഒരു സർവമത സമ്മേളനം ആലുവായിൽ ആ പലമത സാരമേകം എല്ലാ മതങ്ങളുടെയും സാരമേകമാണെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സർവമത മഹാസമ്മേളനം നടത്തിയെങ്കിൽ പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ ജനത ശാന്തമായില്ല. 1927 SNDP യോഗത്തിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗുരുദേവൻ നൽകിയ ഒരു സന്ദേശം. ആ സന്ദേശത്തിൽ ഗുരു ഉപദേശിക്കുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് ഒരു സനാതനമായ മതമാകുന്നു. മതപരിവർത്തനം കൂടിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈ സനാതന ധർമ്മത്തിലേക്ക് മതം മാറിക്കൊള്ളുക. ഗുരുദേവൻ 1927 ആലപ്പുഴ ജില്ലയിലെ പള്ളാത്തുരത്തിൽ വെച്ച് നൽകിയ ഈ സന്ദേശം ഗുരുദേവന്റെ ജീവിത ചരിത്രകാരന്മാർ NK സാനുമാസ്റ്റർ അടക്കമുള്ളവർ എഴുതിയ ജീവിത ചരിത്രങ്ങളിലെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ ഗുരുദേവൻ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തെ ശരിയായ പാതയിൽ നിന്നും വ്യതിചലിപ്പിച്ചുകൊണ്ട് പോകുന്ന ദുസ്ഥിതി നമുക്ക് കാണാതിരിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ സമാജത്തെ, നമ്മുടെ സമൂഹത്തെ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് ജീവിതത്തിന്റെ അടിസ്ഥാനപരത, എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്, എങ്ങനെ നാം മുന്നോട്ട് പോകണം, സംഘടിച്ച് ശക്തി നേടണമെന്ന് ഗുരുദേവൻ ഉപദേശിച്ചു. ആ ഉപദേശത്തെ സമാവഹിച്ചുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി ഒന്നായി മുന്നോട്ട് പോകുവാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ സാധിക്കട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന ജാതിഭേദങ്ങളോ വിഭാഗീയമായ ചിന്താഗതികളോ മറ്റൊന്നും ഇല്ലാതെ ഏതായാലും ജാതിഭേദത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഐക്യത്തെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് മഹാഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ സംശീകരിച്ചുകൊണ്ട് ഉപനിഷത്തിലെ മന്ത്രം കടമെടുത്തുകൊണ്ട് വിവേകാനന്ദ സ്വാമി നമ്മെ ചൊല്ലിപ്പഠിപ്പിച്ചുവല്ലോ, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധം. ഉണരൂ ഉണരൂ, ശടകുടന്ന് എഴുന്നേറ്റു. വരന്മാരായ ഗുരുക്കന്മാരെ ശരണീകരിച്ചുകൊണ്ട് ബോധമുള്ളവരായി മുന്നോട്ട് കുതിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മഹിതമായ ദർശനത്തെ അന്തരാത്മാവിൽ നിറച്ചുകൊണ്ട് മഹത്തായ ഗുരു പരമ്പര നമുക്ക് ഓടിത്തന്ന സന്ദേശം നമ്മുടെ ജീവിത ദർശനമാക്കി മാറ്റിക്കൊണ്ട് അത് അടുത്ത തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ട്
അങ്ങനെ യഥാർത്ഥ ധർമ്മവിശ്വാസികളായി ജീവിക്കാൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ, നമുക്ക് സാധിക്കട്ടെ. അതിന് ഭഗവാന്റെ മഹത്തായ ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചോട്ടെ. നമോ